இருக்கிறீர்கள் என்று. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു. தேவனுடைய ஆவியானவர் உங்களுக்குள்ள வாசமாய் இருக்கிறார் என்று நீங்கள் அறியீர்கள். പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവത്തെ തേടി എങ്ങും പോകണ്ട, ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. அவர் ஆண்டவரை தேடி நாம் எங்கே அலைய வேண்டியதே இல்லை, அவர் நம்மோடு இருக்கிறார். ആമേൻ. ഓ, ഹല്ലേലൂയ. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് തേടി പോകുന്ന പോലെ തോന്നുന്നു. நீங்க இருக்கிறதை பார்த்து ஆண்டவருக்கு உங்களுக்கு சம்மந்தம் இல்லாத மாதிரியே இருக்கிறீங்களே. ഈ യേശു ഉള്ളിലുള്ളവരൊന്ന് സ്വതന്ത്രം ചെയ്താട്ടെ. യേശു எனக்குள்ள இருக்கிறார் என்று சொல்லுங்களுக்கு ஒரு അലയിലെ சொல்லுங்களா பாப்போம். നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് മരണ വീട്ടിൽ ഇരിക്കുന്ന പോലെ തോന്നുന്നു. ദുഃഖ വീട്ടിൽ இருக்கிற மாதிரி ஏதோ இருக்கிற மாதிரி இருக்கு. ആ സ്തോത്രം. ഇപ്പൊ മരണ വീട്ടിൽ കേരളാവിൽ മരിച്ചാൽ കൂലിക്ക് കരയാൻ ആളാ. ஆமா, கேரளால இப்ப செத்து போயிட்டாங்கன்னா பாடி வச்சுக்கிட்டு அழுவதுக்கு கூலிக்கு ஆளை கொண்டு வராங்க. മരിച്ചാ പോലും കരയാൻ പറ്റുന്നില്ല. செத்தா கூட அழுவதுக்கு அங்க யாரும் இல்ல, ஆளே இல்ல. അതിന് കൂലിക്ക് ആളിനെ വിളിക്കുക. ശമ്പളத்துக்கு வரவழைச்சு അള வைக்கிறான், ஆத்தா அம்மான்னு അള வைக்கிறான். അവര് പറഞ്ഞ ഇംഗ്ലീഷിൽ കരയണോ മലയാളത്തിൽ കരയണോ എന്നാ ചോദിക്കുന്നത്. അവൻ കേக்குற ആംഗലത്തിൽ അളയണമാ മലയാളത്തിൽ അളയണമാന്ന് കേக்குறான். പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. മലയാളത്തിൽ കരയുന്നതിന് 500, മലയാളത്തിൽ അഴുത 500 രൂപ, ഇംഗ്ലീഷിൽ കരയുന്നതിന് 1000, ആംഗലത്തിൽ അഴുതാൽ 1000 രൂപ. ഉണ്ട്. அப்படிதான் இன்னைக்கு சம்பவம் நடந்துட்டு இருக்கு. സ്തോത്രം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. കേരളാവിൽ പണ്ട് എല്ലാരും വളരെ വിഷമിച്ച് ജീവിച്ചൊരു കാലം ഉണ്ടായിരുന്നു. കേരളയിൽ அந்த காலங்களிலே ரொம்ப கஷ்டப்பட்டு വളർന്നവர்கள் ഉണ്ട്. കർത്താവിന് വേല ചെയ്തവരുണ്ട്, ആണ്ടവരുടെ ஊழியங்களை செய்தவர்கள் ഉണ്ട്. അവർക്ക് കഴിക്കാൻ ഒരു നേരത്തെ ഭക്ഷണമില്ലായിരുന്നു. അവർക്ക് ഒരുവേളை சாப்பாடுக்கு கூட கஷ்டப்பட்ட நேரங்கள் ഉണ്ട്. இந்த ചീനി தெரியுமா? ചീനി കപ്പ, അതിന്റെ വള്ളിക്കിഴങ്ങ്, അതിന്റെ തൊലി പുഴുങ്ങി കഴിച്ച ഭക്തന്മാരുണ്ട്. വള്ളിക്കിഴങ്ങിനുடைய തോല വെച്ച് സാപ്പിട്ട പരിശുദ്ധവാന്കൾ ഉണ്ട്. അതുപോലെ പ്രാർത്ഥിച്ച് സുവിശേഷ വേല ചെയ്തവരുണ്ട്. அப்படி ஜெபித்து ஊழியம் செய்த தேவனுடைய ஊழியர்கள் അവർ കഴിഞ്ഞപ്പോൾ അവരുടെ തലമുറകൾ വന്നപ്പോൾ അവരുടെ കാലം കഴിഞ്ഞ് അവരുടെ സന്തതികൾ വന്ന പൊழுது തലമുറയെ മൊത്തം ദൈവം അനുഗ്രഹിച്ചു. ആണ്ടവരുടെ സന്തതികൾ എല്ലാം മിகவும் பெரிதாய் ஆசீர்வதித்தார். സ്തോത്രം. എല്ലാം ഗൾഫിലും അമേരിക്കയിലും കിടക്കും. എല്ലാ വെളി രാജ്യങ്ങളിലും പോയി കുടിയിരിക്കാൻ ആരംഭിച്ചാர்கள். ഈ കഴിഞ്ഞ ദിവസം കേരളത്തിൽ ഒരു വാർത്ത കേട്ടത്, കേരളത്തിലെ കടന്ന നാളത്തെ ചെയ്തി കേട്ടെ, 60,000 ഭവനം വെറുതെ കിടക്കുക. 60,000 വീടുകൾ ചുമ്മാ ഇழுத்து മൂടപ്പെട്ടിരിക്കുന്നത്. കാരണം ആരും ഇല്ല. കാരണം அந்த വീട്ടിൽ யாரும் இல்ல. എല്ലാ കാനഡയിലും അമേരിക്കയിലും അമേരിക്ക കാനഡ പോന്ന രാജ്യങ്ങളിൽ കുടിയേറിட்டாங்க. സ്തോത്രം. ഇവിടെ ഒരു 5000 ഉണ്ട്, ഒരു പട്ടിയുണ്ട്. ഇങ്ങ ഒരു 5000 അമ്മാവും വാൽ ഇല്ലാമ இருக்கிற ഒരു നായി இருக்கும். ആമാ. സ്തോത്രം. ഹല്ലേലൂയ. അന്നേരം 5000 അമ്മായിക്ക് വയ്യാതായാൽ ഉടനെ അമേരിക്കയിൽ നിന്ന് വിളി വരും പാസ്റ്റർക്ക്. 5000க்கு அம்மாவுக்கு முடியலன்னு வரும்போது உடனே போன் அமெரிக்காவுக்கு போகும், மகனுக்கு போயிடும். அங்கிருந்து மகன் யாருக்கு கூப்பிடுறானா? பாஸ்டருக்கு. அவர் ஒரு ஆளு தான் ஈனாவானா. பாஸ்டர் அவருக்கு பாஸ்டர் கூப்பிடுறது. ஐயோ அம்மாக்கு வயிறு வேதனை. ஐயோ ஐயா பிரதர், ஐயா பாஸ்டர் அம்மாவுக்கு கொஞ்சம் வயிற்று வலியா இருக்கு. பாஸ்டருக்கு പിന്നെ ഊരി കൂട്ടി ഇരിക്കണ്ട, പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ പറയും. பாஸ்டருக்கு போகாம இருக்க முடியாது, കാരണം கொஞ்சம் கொஞ்சம் தசமாவும் கொடுக்கிற வீடு இல்ல. കാരണം ഇവൻ 10 ഫാൻ മേടിച്ചിട്ടുണ്ടല്ലോ. കാരണം நம்ம சர்ச்சில 10 ഫാൻ വാങ്ങി போட்டுருக்கான். ചെല്ലാ ഇരിക്കാൻ പറ്റുമോ? പോകാമ இருக்க முடியுமா? உடனே பாஸ்டர் ஆட்டி கூட கூட்டு போ. பாஸ்டர் உடனே பொண்டாட்டி கூப்பிடுற, ஒத்தாட்டில பைக் ஸ்டார்ட் ஆயிருது, பொண்டாட்டியும் புருஷனுமா அங்க போறது. பிரைஸ் தி லார்ഡ്. ഹല്ലേലൂയ. മനസ്സിലായോ? ഹല്ലേലൂയ. സ്തോത്രം. അതൊന്നുമല്ല സുവിശേഷ വേല. സുവിശേഷ ഊഴിയംங்கிறது അത് മറ്റുമല്ല. ദൈവം നമ്മളെ ദേശത്താക്കിയിരിക്കുന്നത്, ദേവൻ നമ്മളെ ഒരു ഊരിലെ ആക്കി வைத்திருக்கிறார் என்றால் പിശാച് കെട്ടിയ ബന്ധനങ്ങളെ അഴിക്കുവാനാണ്. പിശാച് കെട്ടിന அந்த கட்டைகளை அழிப்பதற்காக தான் தேவன் நம்மளை ஊழியக்காரர்களாக. ഒരുപാട് ജനങ്ങൾ സ്വതന്ത്രമാകാനുണ്ട്. കട്ടപ്പെട്ട ജനങ്ങൾ വിടുവിക്കപ്പെട வேண்டும் എன்கிறதுக்காக தேவன் நம்மளை வைத்திருக்கிறார். ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. 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 ഈ കനാന്യ സ്ത്രീയെ, இந்த கானானிய ஸ்திரீ അവൾ ശപിക്കപ്പെട്ടവളാ. ശപിക്കപ്പെട്ടവൾ. ആ വചനം ഒന്ന് വായിച്ചാട്ടെ. മറുപടിയും അതുക്കുള്ള വാങ്ങ വായിച്ചാട്ടെ. മത്തായി എഴുതിയ സുവിശേഷം, മത്തായി സുവിശേഷം 14. എന്നെ മറന്നു വിട്ടിട്ടീங்களே. കാനാനിയ സ്ത്രീ ഒരുത്തി അവരിടത്തിൽ വന്ന്, ആണ്ടവരേ, ദാവീദിൻ കുമാരനേ, എനിക്ക് ഇറങ്ങും, എൻ മകൾ പിശാചിനാൽ കൊടിയ വേദനപ്പെടുகிறாள். കണ്ടോ? പിശാചിനാൽ പിടിക്കപ്പെട്ട് കിടക്കുക. പിശാചിനാൽ പിടിക്കപ്പെട്ട ഒരു മകൾ. താഴോട്ടൊന്ന് വായിച്ചാട്ടെ. അത് വാസിங்க. അവൾക്ക് പ്രതിയുത്തരமாக അവർ ഒരു വാർത്തയും சொல்லவில்லை. அப்பொழுது அவருடைய சீஷர்கள் வந்து, இவள் நம்மை பின்தொடர்ந்து கூப்பிடுகிறாளே, இவளை அனுப்பிவிடும் என்று அவரை வேண்டிக் கொண்டார்கள். அதற்கு அவர் காணாமல் போன ஆடுகளாகிய இஸ்ரவேல் வீட்டாரிடத்துக்கு அனுப்பப்பட்டானே என்று மதி மதி பாஸ்.
അന്നേരം യേശുവിന്റെ അടുത്ത് കരഞ്ഞു വരിക ഒരു സ്ത്രീ, இந்த ஸ்திரீயானவள் அழுது கொண்டே இயேசுவினிடத்தில் வருகிறாள். അന്നേരം ഈ ശിഷ്യന്മാരും പറഞ്ഞു, അയ്യോ അവരെ വിട്ടേരെ, നമുക്ക് അവരുമായിട്ട് സമ്പർക്കവുമില്ല. சீசரிடத்தில் வந்து கம்ப்ளைண்ட் பண்ணுகிறார்கள். சீசர்கள் அதை அலட்சியப்படுத்துகிறார்கள். കാരണം കനാനി സ്ത്രീ അല്ലയോ, കാരണം അവൾ കാനാനിയ സ്ത്രീ. ഈ ശമരിയയിലും ഇതുപോലെ തന്നെയായിരുന്നു. യേശു ശിഷ്യന്മാരും അവിടെ ചെന്നപ്പോൾ ഈ ശിഷ്യന്മാർ അവിടെ കേറിയില്ല. சமாரியாவிலும் அதே சம்பவம் தான் நடந்தது. இயேசு சீசரோடு கூட போன பொழுது அந்த ஸ்திரீயையும் இயேசுவும் பேசிக் கொண்டிருக்கிறதை அலட்சியப்படுத்திட்டு சீசர்கள் எங்க போயிட்டாங்க? അവര് ശപിക്കപ്പെട്ട സ്ത്രീയാ, சாப்பிட போயிட்டான் അല്ലയോ. അന്നേരം യേശു ഇവരോട് പറഞ്ഞു, നിങ്ങൾ ശാപ്പാട് മേടിച്ചോണ്ട് പോവാ. இயேசு சொன்னா நீங்க போய் சாப்பாடு வாங்கிட்டு வாங்க. അന്നേരം യേശു ശിഷ്യന്മാരും കൂടെ എത്ര പേരുണ്ട്? இப்ப இயேசு சீசர்கள் எத்தனை பேர் இருந்தார்கள்? 12 ആണോ 13 ഇല്ലയോ? ശിഷ്യന്മാർ എത്ര പേരാ? യേശു കൂടെ കൂട്ടുമ്പോ എത്രയായി? 13 പേരില്ലയോ? 13 പേർ. അതിന് 13 പേർക്കുള്ള ശാപ്പാടിന് 12 പേര് പോണോ? 13 பேர் சாப்பாடு வாங்குறதுக்கு எத்தனை பேர் போனாங்க? 12 பேரும் போயிட்டான். ഇന്ന് കാലയിലെ പ്രാർത്ഥനയ്ക്ക് ശാപ്പാട് എത്ര പേര് കൊണ്ടുവന്നു? എത്ര പേരാ சாப்பாடு எத்தனை பேர் கொண்டு வந்தீங்க? மொத்தமா ஆர்டர் பண்ணிட்டீங்களா, நீங்களா கொண்டு வந்தீங்களா? மொத்தம் ஆர்டர் செய்து மொத்தம் ஆர்டர் ചെയ്തു. അല്ല, അത് 40 പേർക്ക്. ഈ മേടിക്കാൻ പോയ എത്ര പേരുണ്ട്? வாங்க போனவங்க எத்தனை பேர்? சாப்பாடு வாங்க போனது 4 பேர். 4 പേരാണ് 40 പേർക്ക് പോയത്. 40 பேருக்கு 4 பேர் சாப்பாடு வாங்க போயிருக்காங்க. അന്നേരം 13 പേർക്ക് ശാപ്പാട് മേടിക്കാൻ 12 പേര് പോണോ? 13 பேருக்கு சாப்பாடு வாங்க எத்தனை பேர் போணுமா? 12 பேர் போணுமா? 2 പേര് പോയ പോരെ? 2 பேர் போனா போதுം അല്ലയോ? അന്നേരം ഈ 12 പേരെ ഇവിടെ കേറിയാൽ സുവിശേഷം നടക്കത്തില്ല. 12 பேர் இயேசுவோடு இருந்தா சுவிசேஷ வேலை நடக்காது. ചിലത് സഭ വരാത്ത സഭയ്ക്ക് ഗുണമാ. சிலர் சபைக்கு வராம இருக்கிறது சபைக்கு நன்மை. ஒரு அலையில சொல்ல மாட்டீங்களே. ഞാൻ കഴിഞ്ഞ ദിവസം കൊല്ലത്ത് ഒരു മീറ്റിങ്ങിന് പോയി. நான் கடந்த நாட்களில் கொல்லத்துக்கு ஒரு மீட்டிங் போனேன். അന്നേരം അവിടെ റോയിച്ചാന്റെ ചർച്ചാണ്. റോയിച്ചാന്റെ ചർച്ച. ரோய்சான் என்கிறவருக்கு அந்த ஒரு சர்ச் இருந்தது. അന്നേരം അവിടെ 18 പേരുണ്ട് ചർച്ച. அந்த சர்ச்சில் 18 பேர் இருக்கிறாங்க. 18 പേര് അവിടുത്തെ പ്രാർത്ഥനയ്ക്ക്. அந்த ஜெபத்தில் 18 பேர் இருந்தாங்க. അന്നേരം ഈ പ്രാർത്ഥന കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിൽ വന്നു. அந்த ஜெபம் முடிஞ்சு நான் வீட்டுக்கு வந்து விட்டேன். അന്നേരം 2 ദിവസം കഴിഞ്ഞപ്പോൾ റോയിച്ച എന്നോട് പറഞ്ഞു, 2 നാளுக்கு பிறகு ரோய்சான் என்கிற அந்த நபர் சொன்னார், അവിടെ വർഷിപ്പ് ചെയ്യുന്ന ഒരു പാസ്റ്റർ ഉണ്ട്, അസിസ്റ്റന്റ് പാസ്റ്റർ. ആരാധന നടത്തുவதற்கு ഒരു പോതകരുണ്ട്. അദ്ദേഹത്തിന്റെ വൈഫ് പാസ്റ്റർ വരുന്നില്ലെന്ന് പറഞ്ഞു. വരുന്നില്ല. അവരുടെ മனைவி ചർച്ചയ്ക്ക് വരാൻ മാட்டார். അയ്യോ, എനിക്ക് ഭയങ്കര വേദനയായി പോയി. അതെന്നാ പാസ്റ്റർ? മേലെല്ലാം ഉടമ്പല ரொம்ப വലിക്ക് വர முடியலன்னு அவ வர மாட்டார். പാസ്റ്റർ മോനും വരുന്നുണ്ട്. പാസ്റ്ററും മകനും ചർച്ചയ്ക്ക് വരുവാங்க. അമ്മ വരത്തില്ല. അമ്മ വര മാട്ടാ. അന്നേരം എന്നോട് പറഞ്ഞു, പാസ്റ്റർ അവര് ആ ഞായറാഴ്ച വരാതിരുന്നു. அந்த ஞாயிற்றுக்கிழமை அவருக்கு வரல. അന്നേരം റോയിച്ച വിളിച്ചു. அந்த ரோய் என்கிற பாஸ்டர் அவர்கள் கூப்பிட்டார். അന്നേരം പറഞ്ഞു, പാസ്റ്റർ ഇനി ഞാൻ ആ ചർച്ചിലോട്ട് വരുന്നില്ലെന്ന് ഈ അമ്മ തീർത്തും പറഞ്ഞു. இந்த அம்மா அந்த ரோய் என்கிற பாஸ்டர் பார்த்து சொன்னா, இனி அந்த சர்ச்சுக்கு நான் வர மாட்டேன்னு அவ சொல்லிட்டா. പാസ്റ്റർ വരും. பாஸ்டரும் மகனும் வருவாங்க. അവരങ്ങ് മാറി. அவர் ஒதுங்கிட்டார். അവര് മാറിയപ്പോൾ அந்த அம்மா நின்னபோது ആ ദേശത്തുനിന്ന് 8 പേര് ആ സഭയിൽ വന്നു. அந்த ஊர்ல இருந்து 8 பேர் புதுசா சபைக்கு வந்தாங்க. ஒரு அலியல சொல்ல மாட்டீங்களே. இந்த കേരളത്തിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്. കേരളാവിലെ ഒരു പഴമൊഴി ഉണ്ട്. ഒന്ന് ചീഞ്ഞാൽ അത് അടുത്ത വൃക്ഷത്തിന് വളവാ. ஒன்று அழுகினால் அது இன்னொரு மரத்துக்கு உரமா மாறும். ഒന്ന് സോദരം ചെയ്താട്ടെ. புரிஞ்சுச்சா? ஒன்னு அழுகிச்சுனா அதை கொண்டு மரத்துக்கு போடும்போது மரம் என்னதாகும்? மரத்துக்கு உரமா மாறும். അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഈ കളയുണ്ട് ഗോതമ്പുണ്ട്. കളയും ഉണ്ട്. சொல்லுங்க. ഇത് രണ്ടും ഒരുപോലെ വളർന്നു വരുന്നത്. இந்த കളയും പയറും ഒന്നാ മുളയ്ക്ക്. രണ്ടിനെ കണ്ട തിരിച്ചറിയത്തില്ല. ഇത് രണ്ടും பார்த்தா தெரியாது. മനസ്സിലായോ? തിരിച്ചറിയത്തില്ല. தெரியாது. അതിന് ഈ കള പറിച്ചാൽ ഈ ഗോതമ്പും വീഴും. இந்த களை பிடுங்கும் போது மணியும் சேர்ந்து என்ன செய்கிறது? அது சேர்ந்து பிடுங்கப்படுகிறது. അതുകൊണ്ട് യേശു പറഞ്ഞു, ஆனால் இயேசு சொன்னாரு, കള അവിടെ നിൽക്കട്ടെ, களை அங்க இருக்கட்டும்.
ഗോതമ്പ് അവിടെ നിൽക്കട്ടെ, கோதுமையும் அங்க இருக்கட்டும். അത് സമയത്തിന് ഞാൻ പറിച്ചോളാം. ஆண்டவர் சொன்னார், நேரம் வரும்போது களையை எப்படி பிடுங்கணுமோ நான் பிடிக்கிறேன். ஒரு அலையலி சொல்லுங்களா. അമേൻ. ஆமென். ഗോതമ്പ് അമ്മയാണെങ്കിൽ കള അയ്യായിരിക്കും. கோதுமை அம்மாவா இருந்தா களை மாப்பிள்ளையா இருப்பார். അത് അവർക്കൊരു വിഷമമായി. ஐயா, அது அவங்களுக்கு ஒரு சங்கடம். மாத்தி சொல்லிவிடுவோமே. അന്ന് ഗോതമ്പ് അയ്യായും കള അമ്മായും. கோதுமை அம்மா ஐயாவா இருந்தா சில சமயம் களை அம்மாவா. അന്നേരം അവർക്ക് ഇപ്പൊ സന്തോഷം. இப்ப அவங்களுக்கு சந்தோஷம் ஆயிடுச்சு. സ്തോത്രം, സ്തോത്രം, ஹல்லேலூயா, ഹല്ലേലൂയ. ஆமென். അതിന് അമ്മ നല്ല ആരാധിക്കും, നല്ല പാട്ട് പാടും. அம்மா நல்லா ஆராதிப்பாங்க, நல்ல பாட்டு பாடுவாங்க. പക്ഷെ അയ്യ കളയാ. ஐயா களை. ആ കള പോയാൽ ഈ ഗോതമ്പും കൂടെ പുറകെ പോകും. ஆனா அந்த களை போயிருச்சுன்னா கோதுமையும் போயிடும். അതുകൊണ്ട് അയ്യായ സൂക്ഷിച്ച് വെച്ചോണം. ஆகவே அம்மா களையாயிருக்கிற ஐயாவை நல்ல பத்திரமா வச்சுக்கணும். പാസ്റ്റർ സൂക്ഷിച്ച് പൊതിഞ്ഞു വെച്ചോണം. பாஸ்டர் களையா இருக்க ஐயாவையும் பத்திரப்படுத்தி தான் வைக்க வேண்டி இருக்கு. അല്ലെങ്കിൽ ഈ കള വീട്ടിൽ ചെല്ലുമ്പോ പറയും, இல்லைன்னா அந்த களை வீட்டுக்கு போகும்போது சொல்லும், ഗോതമ്പിനോട് നീ ചൊല്ലും, கோதுமையை பார்த்து சொல்லும், നീ ഞായറാഴ്ച പോകണ്ട. இனி அடுத்த வார ஞாயிற்றுக்கிழமை அந்த சர்ச்சுக்கு நீ என்ன செஞ்சிடாத, போயிடாத. ഒന്ന് സ്വോത്രം ചെയ്താട്ടെ. ஒரு சோத்திரம் இடையில சொல்லுங்களா. ആ, எல்லாம் கோதுமையா தான் இருக்கணும். പ്രൈസ് ദി ലോർഡ്. மணிகளும் இல்லையா. സ്വോത്രം, அல்லேலூயா, സ്വോത്രം. ஆமென். ആ, അതുകൊണ്ട് ഇത് രണ്ടും വളരട്ടെ കേട്ടോ. ஆகவே ரெண்டும் வளரட்டும்னு ஆண்டவர் வச்சிட்டே இருக்காரு. സ്വോത്രം. ഇത് ഒരുപോലെ വളരും. நல்லா வளருங்கன்னு விட்டுருக்கிறாரு. നിങ്ങൾ ആരും അയ്യായെ തിരിക്കാനോ അമ്മായി തിരിക്കാനോ നിങ്ങൾ പോകണ്ട. நீங்கள் அவரை மனம் திரும்ப வைக்கண்டா, நீங்களும் இவங்களையும் மனம் திரும்ப ஒன்று வைக்கண்டா. അയ്യാ പറയടി നീ നല്ല പ്രാർത്ഥിക്കണം. ஐயா சொல்லுவாங்க நீ நல்லா ஜெபம் பண்ணணும். അമ്മ പറ നീ നല്ല ഉപവസിക്കണം. அம்மா சொல்லணும் நீ நல்ல உபவாசம் பண்ணணும். നിങ്ങൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പറയണ്ട. நீங்க ரெண்டு பேரும் மாறி மாறி எல்லாம் ஒன்றும் சொல்ல வேண்டாம். നിങ്ങളങ്ങ് വളർന്നാ മതി. நீங்க வளர்ந்தா போதும். കർത്താവ് എല്ലാം തരം തിരിച്ചോളൂ. ഒന്ന് സ്വോത്രം ചെയ്താട്ടെ. சமயம் வரும்போது எதை எதெல்லாம் வேறு பிரிக்கணுமோ அதையெல்லாம் அவர் வேறு பிரித்துக் கொள்வார். ഹല്ലേലൂയ, ஆமென், സ്വോത്രം, ஸ்தோத்திரம், പ്രൈസ് ദി ലോർഡ്. ஹல்லேலூயா. അതായത് ഈ കനാന്യ സ്ത്രീയെ യേശുവിന്റെ അടുത്ത് വന്നു. இந்த கானானிய ஸ்திரீ இயேசுவினிடத்தில் வந்தாள். യേശുവിന്റെ അടുത്ത് വന്നപ്പോൾ இயேசுவினிடத்தில் வந்த பொழுது യേശു അവളോട് പറയുക, இயேசு அவளை பார்த்து சொல்லுகிறாள், ഞാൻ വന്നത് ഇസ്രായേൽ ഗ്രഹത്തില ആടുകളെയാ. நான் வந்தது இஸ்ரவேலரை ரட்சிக்கும்படியாய் வந்தேன். ഞാൻ വന്നത് ആടുകൾ എടുത്ത. நான் என்னுடைய ஆடுகளிடத்தில் நான் வந்தேன். അതിനെ കനാനിയരെ വിളിക്കുന്നത് നായ്ക്കൾ എന്നാ വിളിക്കുന്നത്. அப்ப ஆண்டவர் சொல்லுகிறார், இவங்களை பார்த்து சொன்னார் நான் என்னுடைய ஆடுகளை தேடி வந்தேன்னு சொன்னார். ஆனா கானானியர்களை ஆண்டவர் அழைக்கும் போது எப்படி கூப்பிட்டார்? ஆடுனா கூப்பிட்டாரு, நாயின்னு கூப்பிட்டாரு. ആടുകൾ ആരാ? ஆடுகள் யார்? ഇസ്രായേല്, இஸ்ரவேலர்கள், സ്വന്തം ജനം. சொந்த ஜனம். പുറം ജാതിയെ നായ് എന്നാ വിളിച്ചത്. ஜாதியாய் இருக்கிற கானானிய ஸ்திரியே அவள் நாய் என்று கூப்பிட்டார். അതുകൊണ്ടാണ് അവള് പറഞ്ഞത് അപ്പം മേശയെന്ന് വീഴുമല്ലോ. அப்ப அந்த கானானிய ஸ்திரீ சொன்னா மேஜையிலிருந்து துணிக்கள் விழுமே. இது வார்த்தை கவனிங்க, இந்த வார்த்தை ரொம்ப கவனிங்க. ഒന്ന് അന്നേരം ഈ മേശയിൽ നിന്ന് വീഴുന്ന അപ്പം നുറുക്കുകൾ, இந்த மேஜையிலிருந்து விழுகிற துணிக்கைகள் അത് നായ്ക്കൾ തിന്നും. அது நாய்கள் தின்னுமே என்று இந்த கானானிய ஸ்திரீ சொன்னார். മനസ്സിലായോ? ஆமென். അന്നേരം ഇവളെ എന്താ ചിത്രീകരിച്ച് വെച്ചേക്കുന്നത്? அப்போ இவளை எந்த மனநிலையிலே அவர்கள் கண்டார்கள் என்றால், നായ്ക്കൾ, நாய்கள் என்ற மனநிலையிலே அவர்களை பார்த்தார். സ്വന്തം ജനത്തെ യേശു വിളിച്ചു சொந்த ஜனத்தை அவர் கூப்பிட்டது ആടുകൾ. ஆடுகள் என்றார். ஆமென், പ്രൈസ് ദി ലോർഡ്. ஆமென், സ്തോത്രം. അന്നേരം ഇവിടെ വിശ്വാസത്തിന്റെ മേലാണ് ഇത് പ്രവർത്തിച്ചത്. ஆண்டவர் அங்க ஒரு கிரியை நடப்பித்தார் என்றால் கானானிய ஸ்திரீயினுடைய விசுவாசத்தை பொறுத்துதான் ஆண்டவர் கிரியை செய்ய ஆரம்பித்தார். അന്നേരം ഇവിടെ വിശ്വാസം എന്താണ്? இங்க விசுவாசம் என்ன? ആ വിശ്വാസത്തിന്റെ മേലാണ് കർത്താവ് പ്രവർത്തിച്ചത്. அந்த விசுவாசத்தின் மேலதான் ஆண்டவர் கிரியை செய்தார். ஆமென், ഹല്ലേലൂയ. ஆமென். ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ. அந்த வசனத்தை திரும்ப படிங்க பாப்போம். വായിച്ചു. അല്ലാമ 24 വായിച്ചാട്ടെ. 24 வாசிங்க. அன்றி കണ്ടോ? പിള്ളകളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് എന്ത് ചെയ്യത്തില്ല?
പിള്ളയിൻ അപ്പത്തെ എടുത്ത് നായ്ക്കുട്ടികൾക്ക് പോടുവതില്ലേ. അതെ, ഇവള് പറയാ ഞങ്ങൾക്ക് അപ്പം വേണ്ട, അപ്പം നുറുക്കുകൾ മതി. கவனிங்க, இவள் சொல்லுகிறாள், எஜமானனே அப்பன் தராட்டாலும் பரவாயில்ல, அப்பத்தினுடைய துணிக்குகள் இருக்குல்ல அதை மட்டும் எங்களுக்கு தாங்க. അപ്പം എനിക്ക് വേണ്ട, அப்பம் எனக்கு வேண்டாம், നുറുക്ക് മതി, அதனுடைய துணிக்குகள் போதும். ஒரு ஆவிக்குரிய சத்தியத்தை അതെ, ഈ അപ്പം ആരാ? இந்த அப்பா யாரு? ജീവന്റെ അപ്പമാകുന്ന ക്രിസ്തു ഈ ഭൂമിയിൽ വന്നില്ലയോ? ஜீவ அப்பமாகிய கிறிஸ்து உலகத்துக்கு வந்தவர். ஆமென். അതിന് അപ്പം ക്രിസ്തുവാ. அப்பம் கிறிஸ்துவாய் இருக்கிறார். അതിന് അപ്പമായിട്ടിരുന്നാൽ ഇത് ആടുകൾക്ക് മാത്രമേ പോകത്തുള്ളൂ. அப்பம் அப்பமாக இருந்தால் ஆடுகளுக்கு மட்டும்தான் கொடுக்கப்படும். അത് നുറുക്കപ്പെടുക എന്ന് പറഞ്ഞാൽ കാൽവറി യാഗമായി തീരുക. அது உடைக்கப்படும் பொழுது, பிக்கப்படும் பொழுது கல்வாரியில் நடத்தப்பட்ட பலிக்கு ஒப்பாக அது மாறுகிறது. അന്നേരം ഈ യാഗമായി തീർന്നാൽ, இது ഒരു ബലിயாக മാറിനാൽ, യേശു ഒരു തന്റെ ആടുകൾക്ക് വേണ്ടി മാത്രമല്ല സകല ജനത്തിനും ഈ ക്രൂശിൽ വിടുതൽ വ്യാപരിച്ചിരിക്കുക. இந்த அப்பம் பிக்கப்படுமையானால் இது தன்னுடைய சொந்த ஆடுகளுக்காக மட்டுமல்ல, உலகத்தின் சகல பாவியான ஜனங்களுக்காகவும் பிக்கப்படுகிற கர்த்தருடைய சரீரமாயிருக்கிறது. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. അന്നേരം യേശു ഇവളോട് സംസാരിക്കും, ഇവള് പറയാം അപ്പത്തിന്റെ നുറുക്കുകൾ എനിക്ക് മതി. இயேசுவோடு அவள் பேசும்போது சொல்லுகிறா, அப்ப துணிக்குகள் எனக்கு போதும். അന്നേരം യേശുവിന്റെ കൽവാരിലെ ക്രൂശീകരണം ഇവൾ വെളിപ്പാടിനാൽ കണ്ടു. கவனிங்க, இஸ்ரவேலுக்கு கிடைக்காத ஒரு தரிசனம் அந்த பாவியான கானானை ஸ்திரீக்கு வெளிப்பட்டது. ആമേൻ, ஆமென். അന്നേരം യേശു ക്രൂശിക്കപ്പെട്ടില്ല, இயேசு அப்ப சிலுவையில் அறையப்படல. പക്ഷേ യേശുവിന്റെ ക്രൂശീകരണത്തെക്കുള്ള വെളിപ്പാട്, இயேசு கிறிஸ்துவின் சிலுவை மரணத்தை இவள் தன்னுடைய ஆவிக்குரிய கண்களால் இந்த கானானை ஸ்திரீ தரிசித்தாள் എന്ന് പറഞ്ഞാൽ, கரங்களை தட்டி கர்த்தரை மகிமைப்படுத்துமா. ഹല്ലേലൂയ, ஹல்லேலூயா, പ്രൈസ് ദി ലോർഡ്. ரத்தத்தால் ஜெயம். എന്ന് പറഞ്ഞാൽ அப்படி சொன்னால் സ്വന്തം ജനത്തിന് പോലും ആ വെളിപ്പാട് വരാതിരുന്നപ്പോൾ, ஜனங்களுக்கு கூட இந்த தரிசனம் கிடைக்காமல் இருக்கும் பொழுது, ഇതാ ജാതിയായ ഒരു സ്ത്രീക്ക് புறஜாதியான ஸ்திரீக்கு യേശുവിന്റെ ക്രൂശീകരണത്തെക്കുറിച്ചുള്ള இயேசுவின் சிலுவை மரணத்தை குறித்த വെളിപ്പാട് കിട്ടി. கையை நல்லா தட்டி ഹോ റബല ഹടകദുരദല ഗടക സദരാദരേദരച്ഛം. ஹல்லேலூயா. ഹല്ലേലൂയ. இந்த வார்த்தை எங்க சபையில சொன்னா ஜனங்க எழும்பி நின்னு கை தட்டுவாங்க. സ്തോത്രം, உங்களுக்கு இன்னும் புரியலன்னு நினைக்கிறீங்க, பழகல, സ്തോത്രം, பழக்க தோஷம். ஹல்லேலூயா, ആമേൻ, ஆமென். സ്തോത്രം, സ്തോത്രം. இதெல்லாம் நீங்க கேட்காத சத்தியங்கள். ஹல்லேலூயா, മനസ്സിലായോ? ஆமென். അന്നേരം യേശുവിന്റെ ക്രൂശീകരണത്തെക്കുറിച്ചുള്ള വെളിപ്പാട് വന്നാർക്ക്? இயேசு கிறிஸ்துவினுடைய சிலுவை மரணத்தை குறித்த தரிசன வெளிப்பாடு யாருக்கு கிடைச்சது? ജാതിയേക്ക്, புறஜாதியான ஸ்திரீக்கு கிடைத்தது. മനസ്സിലായോ? ஆமென். വചനം ചൊല്ലുന്നു, അവന്റെ അടിപ്പിണരുകളാൽ നിനക്ക് സൗഖ്യം വന്നെന്നാ. வேதம் சொல்லுகிறது, அவருடைய காயங்களால் நாம் குணமாக்கப்பட்டோம். അന്നേരം അടിപ്പിണരുകളാൽ സൗഖ്യം പറഞ്ഞാൽ ക്രൂശീകരണത്താലുള്ള സൗഖ്യമാണ്. காயங்களால் சுகமாக்க, தழும்புகளால் சுகமாக்கப்பட்டோம் என்று சொன்னால் இயேசு கிறிஸ்துவினுடைய கல்வாரி சிலுவையினுடைய மரணத்தை அது காட்டுகிறது. ആമേൻ, ஆமென். ആ ക്രൂശീകരണത്തെക്കുറിച്ചുള്ള വെളിപ്പാട് ഇവക്ക് കിട്ടിയപ്പോൾ அந்த சிலுவை மரணத்தை குறித்த வெளிப்பாடும் தரிசனமும் இவளுக்கு கிடைத்த பொழுது യേശു പറയാണ്, ரத்தத்தால் ஜெயம், ரத்தத்தால் യേശു പറയാണ്, இயேசு சொல்லுகிறார், നിന്റെ വിശ്വാസം വലുത്. ஓ ஸ்திரியே, உன்னுடைய ഓ விசுவாசம் റബല ഘടക பெரியது. ദുരദല ഘടക സദരാദരേദരച്ഛം. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വിടുതലുകൾ വ്യാപരിക്കട്ടെ. ராத்திரி தெய்வீக விடுதல் உண்டாகட்டும். കർത്താവേ, ഇന്ന് രാത്രി അടിപ്പിണരുകളാൽ സൗഖ്യം വ്യാപരിക്കട്ടെ. தழும்புகளால் இவர்கள் சுகமாக்கப்படுவார்கள். ഈ വചനം സംസാരിക്കുമ്പോൾ இந்த വചനത്തെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചില രോഗബന്ധനങ്ങൾ ഇന്ന് രാത്രി അഴിയുക, கட்டுகள் அறுக்கப்படுவதாக. ചില കെട്ടുകൾ പൊട്ടുകയാ, கட்டுகளை ആண்டவர் அறுக்குவார். ചില കുടുംബത്തിനകത്ത് ചില കെട്ടുകൾ വെച്ച കെട്ടുകൾ കുടുംബത്തിൽ കട്ടുകൾ ഇന്ന് രാത്രി അഴിയുകയാണ്. രാത്രി അറുക്കപ്പെടുகிறது. യേശുവിന്റെ ക്രൂശീകരണത്താൽ சிலுவை மரணத்தினால் ഹുഡബ ഹദുരജല ഘടക വൈശ റബല ഘടക ഉദരജനന്തരേദരക്ഷ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുക. தட்டி கைகளை போய் தட்டி. உங்களுக்கு வசனம் பேசும்போது எங்களுக்கு கொஞ்சம் உற்சாகம் வரட்டும். ഹല്ലേലൂയ, ஆமா, கஷ்டமா இருக்கும் கை தட்டுறது. സ്തോത്രം. ஹல்லேலூயா. என் சபையிலன்னா இந்நேரம் வசனம் தாங்க முடியாது. സ്തോത്രം. வசனத்தை கேட்கும்போது அதை நீங்க ஏற்றுக்கொள்ளணும்.
ஏற்றுக்கொள்ளும் போது அது எங்களுக்கு ஒரு பெரிய சந்தோஷம். ஆமென். அப்படிதான் நிறைய வெளிப்பாடுகள் கிடைக்கும். Praise the Lord. ஹalleluya. அதுக்கு நம்ம பாத்திரவான்களா இருக்கணும். ആമേൻ. ஹalleluya. സ്തോത്രം. ஆமென். நிறைய ദൈവവചനങ്ങൾ കേൾക്കണം കേട്ടോ. நீங்க நிறைய ஆண்டவருடைய வசனங்களை கேட்கணும். സ്തോത്രം. ஆமென். അതിനാ ഈ വാർത്ത വലിയ വെളിപ്പാടാ. இது ஒரு பெரிய வெளிப்பாடு. അവൾ യേശു ആരെന്ന് അവൾക്ക് അറിയത്തില്ല. அவளுக்கு இயேசுனா யாருன்னு தெரியாது. നമുക്ക് യേശു ആരെന്ന് ഇപ്പോ അറിയാം. நமக்கு இயேசுனா நமக்கு தெரியும். പക്ഷെ അവൾക്ക് യേശു ആരെന്ന് അറിയത്തില്ല. ஆனா அவளுக்கு இயேசுனா யாருன்னு தெரியாது. പക്ഷെ യേശുവിനെ കണ്ടപ്പോൾ இயேசுவை பார்த்த பொழுது യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാട് അവൾക്ക് കിട്ടി. இயேசுவை குறித்த வெளிப்பாடு அவளுக்கு உண்டாயிற்று. ഓ രജതാൽ ജയം. ആമേൻ ആമേൻ. ഇന്ന് രാത്രി നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ ജപിച്ചിട്ടേ ഇരുங்க. യേശു നിങ്ങളുടെ മേൽ ചില വെളിപ്പാടുകൾ തരാൻ പോകുകയാ. യേശു ഇന്നേക്ക് രാത്രി ചില വെളിപ്പാടുകൾ ചില കുടുംബത്തിലെ വെളിപ്പാടുകൾ തരാൻ പോകുകയാ. உங்களுக்கு வெளிப்பாடுகளை தரிசனங்களை தரும். ചില കെട്ടുകൾ പൊട്ടുകയാ. ചില കെട്ടുകൾ ഇന്നേക്ക് അവുക്കപ്പെടുகிறது. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഓരാബ ഹതുരജലകൾ. റബ റബ ലബ റബ കബ റബ. ദൈവാത്മാ പറയുന്നു അയ്യാട് പറയാ. ஐயாவை பார்த்து சொல்லுகிறார். ചില കെട്ടുകൾ കർത്താവ് പൊട്ടിക്കാൻ പോകുകയാ കേട്ടോ. உனக்கு இருக்கிற ചില കെട്ടുകളെ കർത്തർ അവിടുത്തെ മാറ്റം. നിന്റെ കുടുംബത്തെ ചില ബന്ധനങ്ങൾ കെട്ടിവെച്ചിട്ടുണ്ട്. നിന്റെ കുടുംബത്തെ ചില കെട്ടുകൾ കെട്ടിയിരിക്കുന്നു. ഇന്ന് രാത്രി ആ കെട്ടിനെ കർത്താവ് പൊട്ടുകയാ. രാത്രി ആ കെട്ടുകളെ കർത്തർ അവിടുത്തെ മാറ്റും. ദൈവം നിന്നെ സ്വതന്ത്രമായി വിടാൻ പോകുകയാണ്. അവർ ഇന്നേക്ക് ഉന്നെ സ്വതന്ത്രമായി വിട വിരുമ്പുന്നു. ഓരാബ ഹതുരജലഘടക വൈശാരബലഘടക ഹതുരജനതരഘടക വൈശാരബലഘടക. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാൻ ഇന്ന് ഇങ്ങോട്ട് ഇറങ്ങുക. ഞാൻ ഇന്നേക്ക് ഇറങ്ങി ഉங்க മധ്യയിൽ വാരேன். സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ചില കെട്ടുകൾ പൊട്ടിക്കാൻ പോകുന്നു കേട്ടോ. ചില കെട്ടുകളെ ഇന്നേക്ക് രാത്രി കർത്തർ അവിൽക്ക വിരുമ്പുகிறார். പ്രാർത്ഥിക്കാൻ വരുന്നുണ്ടെങ്കിൽ എത്ര പേർ അത് എതിർപാർக்கிறீங்க? ആമേൻ. പ്രാർത്ഥിക്കാൻ വരുന്നുണ്ടെങ്കിൽ ചില കെട്ടിനാൽ ബന്ധിക്കപ്പെട്ട കിടപ്പുണ്ട്. ജപിക്ക நீங்க ஆலயத்துக்கு வருகிறவர்களாக இருந்தாலும் இன்னும் சில கட்டுகள் அவிழ்க்கப்படாமலே வருகிறீர்கள். പക്ഷേ ആ കെട്ടിനെ കർത്താവ് ഇന്ന് പൊട്ടിക്കാൻ പോകുകയാണ്. രാത്രികളിലെ அந்த கட்டுகளை ആവിയാനവർ അവിழ்த்து മാറ്റുகிறார். ഓ രജതാൽ ജയമെടുക്കുകയാണ്. ജയമെടുக்கிறோം. ഇന്ന് രാത്രി എനിക്കൊരു വിടുതലുണ്ട്. എത്ര പേർ എനിക്ക് இந்த ராத்திரி விடுதலை வேண்டும் விரும்புகிறீர்கள்? ഇന്ന് രാത്രി എന്റെ തലവരയ്ക്ക് വിടുതലുണ്ട്. സന്തതികൾക്ക് ഒരു വിടുതலை வேண்டும் என்று എത്ര പേർ വിരുമ്പുகிறீர்கள்? ഇന്ന് രാത്രി എന്റെ ഭവനത്തിന് വിടുതലുണ്ട്. என் குடும்பத்துக்கு விடுதலை வேண்டும் என்று எத்தனை பேர் விரும்புகிறீர்கள்? എന്റെ ശുശ്രൂഷയ്ക്ക് വിടുതലുണ്ട്. என் ஊழியத்திற்கு விடுதலை வர ഒരു വിടുതലിന്റെ കരം ഇന്ന് രാത്രി വെളിപ്പെടുകയാ. വിടുതലയുടെ കരം. ഓരവ ഹതുരജലഘടക വൈശാരബലഘടക. ആത്മാവിന്റെ വലിയൊരു ഒഴുക്ക് ഇന്ന് രാത്രി ഇതിനകത്ത് വെളിപ്പെടട്ടെ. ആവിயின் നദിയാനവർ இந்த സഭയ്ക്കുള്ള ക്രിയ ചെയ്തു കൊണ്ടിരിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. നാമത്തിനാലേ ജയമെടുക്കുകയാണ്. ഈ സഭയ്ക്കകത്ത് இந்த സഭയ്ക്കുള്ള ഒരു ദൈവത്തിന്റെ പ്രവൃത്തി ദിവസങ്ങളിൽ വെളിപ്പെടാൻ പോകുകയാ. ദേവരുടെ ക്രിയ വെളിപ്പെടുகிறது. നഷ്ടപ്പെട്ടു പോയതിനെ இழந்து போனதை ദൈവത്തിന്റെ ആത്മാവ് തിരിച്ചു നൽകാൻ പോകുകയാ. ஆண்டவர் இன்னைக்கு ராத்திரி உனக்கு திரும்ப தர போகிறார். ഓ ദൈവാത്മാ പറയുന്നു ആവിയാനവർ ചില சொல்லுகிறார். നഷ്ടപ്പെട്ടു പോയ വിഷയത്തിൽ ചില ഇഴந்து പോன വിഷയങ്ങളെ ഇന്ന് രാത്രി കർത്താവ് ചില കുടുംബത്തിന് മടക്കി തരാൻ പോകുകയാ. കുടുംബങ്ങൾക്ക് ആണ്ടവർ തിരുമ്പി തര ഒരു വിടുതലിന്റെ കരം ഇന്ന് രാത്രി ഒഴുകുകയാണ്. വിടുതலை കര ഇന്നേക്ക് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. പ്രാപിച്ചോ. അത് പെട്ടുകൊള്ളുക. ഓരവ ഹതുരജലഘടക ബൈബിളിലെ ഉദരവലഘടക രഗതലഘടക ശതരാജന എല്ലാവരും ആരാധിച്ചോട്ടെ. ബൈബിളിലെ മൂടുക. ഒരു ദൈവ ചലനം ഇതിനകത്ത് സൃഷ്ടിക്കപ്പെടുകയാ. ഒരു വിടുതല കരം ഇതിനകത്ത് വ്യാപരിക്കുക. രാത്രി വ്യാപരിക്കട്ടോ. വായികളെ തുറന്ന് കയ്യെ തട്ടിച്ചോ. ബൈബിളിലെ മൂടി വെച്ചിരുங்க. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ലാസർ മരിച്ചു. ലാസർ മരിത്താൻ. ലാസർ മരിച്ചപ്പോൾ ലാസർ മരിച്ച പൊഴുது യേശു ആ ഭവനത്തിൽ ഇല്ല. യേശു அந்த വീട്ടിൽ വരല. ആമേൻ. ആമേൻ. ഇതിനു മുമ്പ് യേശു ആ വീട്ടിലുള്ളപ്പോൾ ലാസർ ഇല്ലായിരുന്നു. இதுக்கு முன்பே യേശു அந்த വീട്ടിലേക്ക് പോയപ്പോൾ ലാസർ அந்த വീട്ടിൽ ഇല്ല. യേശു ഉള്ളപ്പോൾ ലാസർ ഇല്ലായിരുന്നു. ലാസർ ഉള്ളപ്പോൾ യേശു ഇല്ല. യേശു ഇരിക്കുമ്പോൾ ലാസർ ഇല്ല. ലാസർ ഇരിക്കുമ്പോൾ യേശു ഇല്ല. 11-ാം അധ്യായത്തിൽ പറയുന്നു യോഹന്നാൻ 11-ൽ சொல்லப்படுகிறது മാർത്തയുടെ മറിയുടെ ഗ്രാമമായ ബഥാനിയ എന്ന. മാർത്താൾ മറിയാളുടെ ഊരായ ബഥാനിയ. പക്ഷേ 12-ാം അധ്യായത്തിൽ വരുമ്പോൾ 12-ാം അധ്യായത്തിൽ വരും മാർത്തയുടെ മറിയുടെ ഗ്രാമം എന്നല്ല, മാർത്താൾ മറിയാളുടെ ബഥാനിയ എന്നല്ല, ലാസറിന്റെ ഗ്രാമം എന്നാണ്. ലാസറുടെ ഊർ എന്ന് പേർ പ്രസിദ്ധപ്പെട്ടത്. യേശു ഇല്ലാതെ വന്നപ്പോൾ യേശു ഇല്ലാമ വന്ന പൊഴുது മറിയുടെ മാർത്തയുടെ ഗ്രാമമായി. മറിയാൾക്ക് മാർത്താളുടെ ഊർ. പക്ഷെ യേശു
ലാസർ ഒന്നിച്ചപ്പോൾ യേശുവും ലാസറും ഒന്നു ചേർന്ന പൊழுது ആ ഗ്രാമത്തിന്റെ പേര് മാറി അത് ലാസറുടെ പേരായി. വിലാസം മാറ്റപ്പെട്ട് ലാസറുടെ ഊർ എന്ന് അങ്ങേ വിലാസം കൊടുക്കപ്പെട്ടത്. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാ പറയുക, ഇന്ന് രാത്രി പരിശുദ്ധാവിയാനവർ சொல்கிறார், നിങ്ങളുടെ സ്ഥിതികളെ യേശു മാറ്റാൻ പോകുകയാണ്. உங்களுடைய சூழ்நிலைகளை ஆண்டவர் மாற்றுவார். യേശു ഈ മാസം തന്നെ இந்த மாசத்துக்குள்ளே ചില വിഷയത്തിന്റെ മേലെ சில விஷயத்திலே ദൈവത്തിന്റെ പരിഹാരം വെളിപ്പെടാൻ പോകുകയാണ്. அவருடைய கிரியை வெளிப்பட போகிறது. ராபாலபா சங்கர ഹോരാ ഹതുരിജന ധരാജന ധരഗണക വൈശാ റബലഗണക ഉടരജനഗണക ധരജനഗണക ശാന്തരാധരേധരക്ഷ. ആമേൻ ആമേൻ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഈ ലാസർ മരിച്ച് ലാസറിനെ കല്ലറെ കൊണ്ടുവച്ചു. ലാസർ മരിച്ചവനെ കല്ലറയിൽ കൊണ്ട് வைத்தார்கள். കല്ലറെ കൊണ്ട് വെച്ചപ്പോഴ് 4 ദിവസമായി. കല്ലറയിൽ வைத்து 4 നാളായിട്ട്. യേശു ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, അവൻ മരിച്ചില്ല, അവൻ ഉറങ്ങുകയാണ്. യേശു ശിഷ്യരെ பார்த்து சொன்னார், அவன் மரிக்கவில்லை, அவன் நித்திரை கொண்டிருக்கிறான். അടാ, യേശുവിന്റെ മുമ്പിൽ ഉറക്കവ. യേശുവിന്റെ പാർവയിൽ അവൻ നിദ്ര അടൈந்திருக்கிறான். ആമേൻ ആമേൻ. ഇപ്പൊ നിങ്ങൾ ഇന്ന് ഉറങ്ങിയാൽ അപ്പുറത്ത് അമ്മ ഒന്ന് തട്ടിയാൽ മതി, എഴുന്നേക്കും. ഇപ്പൊ நீங்க பக்கத்துல ஏதோ ஒரு சகோதரி தூங்கி லேசா தட்டினா அந்த அம்மா என்ன செய்வாங்க? எழும்பிடுவாங்க. അന്നേരം ഉറങ്ങുന്നവരെ എഴുന്നേൽപ്പിക്കാൻ പറ്റത്തുള്ളൂ. தூங்குறவங்களை எழுப்பிடலாம். അന്നേരം യേശുവിന്റെ മുമ്പിൽ ലാസർ ഉറങ്ങുക. இப்ப യേശുവിന്റെ പാർവയിൽ ലാസർ என்ன செய்கிறான்? நித்திரை கொண்டிருக்கிறான், தூங்குறான். സഹോദരാ, ആമേൻ. യേശു മാർത്ത ഓടി വന്നപ്പോൾ യേശു അവളോട് പറയുന്നു, വിശ്വസിച്ച നീ ദൈവത്തിന്റെ മഹത്വം കാണും. യേശുവെ തേടി മാർത്താളും മറിയാളും വന്നപ്പോൾ യേശു അവളെ பார்த்து சொன்னார், நீ விசுவாசித்தால் தேவனுடைய மகிமையை காண்பாய். ആമേൻ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇവരെല്ലാം ഒരുമിച്ച് കല്ലറയിൽ പോയി. ഇവരെല്ലാം ഒന്നു ചേർന്ന് കല്ലറയ്ക്ക് പോறாங்க. കല്ലറ ചെന്നപ്പോൾ യേശു പറഞ്ഞു, ലാസറെ പുറത്തു വരാൻ പറഞ്ഞു. കല്ലറയിൽ சென்று യേശു சொன்னார், ലാസറുവേ வெளியே வா. അതിന് മുമ്പിൽ ഒരു കല്ലുണ്ടായിരുന്നു. அந்த கல்லறையில் மேல் ஒரு கல்லை புரட்டி வைத்திருக்கிறார்கள். ആ കല്ല് ആരാണോ വെച്ചത്, அந்த கல்லை யார் வைத்தார்களோ അവർ ഉരുട്ടി മാറ്റി. அவர்கள் அதை அங்கிருந்து புரட்டி போட்டார்கள். എന്നിട്ട് യേശു പറഞ്ഞു, ലാസറെ പുറത്തു വരാൻ പറഞ്ഞു. യേശു ലാസറുവെ பார்த்து சொன்னார், ലാസറുവേ வெளியே வா. പേര് വിളിച്ചില്ലെങ്കിൽ സകല മനുഷ്യരും എഴുന്നേറ്റ് യേശു പേര് சொல்லாம செத்தவனே வெளியே வானா எல்லாரும் எந்திருப்பான், வெளியே வந்திருப்பான். എല്ലാരും എഴുന്നേറ്റ് വന്ന് ഇങ്ങനെ எல்லாரும் நின்றுவான். പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. പാസ്. എല്ലാരും പറഞ്ഞു, എന്നാ യേശു എന്നെ വിളിച്ചോന്ന് ചോദിച്ചാൽ എല്ലാം വന്ന് മുമ്പിൽ വന്നു. എല്ലാരും വന്ന് சொல்வாங்க, യേശു എന്നെ കൂപ്പിട്ടാർ എല്ലാം വന്ന് നിൽപ്പാൻ. അത് സംഭവിച്ചു. അത് വചനത്തിലുണ്ട്. യേശു മരിച്ചപ്പോൾ സകല മനുഷ്യരെ ഉയർത്തെഴുന്നേറ്റു. യേശു മരിച്ച പൊழுது நிறைய பேர் என்ன செய்தார்கள்? உயிர்ப்பிக்கப்பட்டார்கள். അവരെ എഴുന്നേറ്റ് നേരെ യെരുശലേം ദൈവാലയത്തിന് മുമ്പിൽ പോയി നിൽക്കുക. எல்லாரும் യെരുശലേം ദേവാലയத்துக்கு മുന്നിൽ പോയി നിൽக்கிறார்கள். സ്തോത്രം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അന്നേരം ഈ കല്ലറയ്ക്കകത്ത് യേശു പറഞ്ഞു, ലാസറെ പുറത്തു വരൂ. ലാസറുവേ വെളിയിൽ വാ എന്ന് சொன்னார். അന്നേരം ലാസറിനെ മരിച്ചപ്പോൾ ഇവര് അടക്കം ചെയ്യുന്നുമ്പോ ഇവര് ശീലകൾ ചുറ്റി. ஏனா யூதருடைய முறைப்படி ஒருவன் மரித்தவனையானால் பிரேத சேலைகளினால் சுத்தி அவனை என்ன செய்யணும்? கல்லறையில வைக்க வேண்டும். അഥവാ ജീവൻ വന്നാൽ ഇവൻ പുറത്തു വരരുത്. ஏனா இவனுக்கு உயிர் வந்தால் இவன் சாமானியமா என்ன செய்யக்கூடாது? எழும்பிடக்கூடாது. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ലാസറെ പുറത്തു വരാൻ പറഞ്ഞപ്പോൾ ലാസറുവേ വെളിയിൽ വാ എന്ന് சொன்ன பொழுது ഇവന്റെ അകത്ത് പോയ ആത്മാവ് തിരിച്ചു വന്നു. ഇവനുക്ക് നഷ്ടமான ജീവൻ ഇവനുക്കുള്ളേ തിരുம்ப கிடைத்தது. കാരണം ഈ ആത്മാവ് ദൈവമാണ് കൊടുത്തത്. കാരണം இந்த ജീവൻ யார் கொடுத்தது? கர்த்தர் கொடுத்தது. ദൈവത്തിന്റെ ശ്വാസമായത്. தேவனுடைய சுவாசம் தான் இந்த ജീവൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അതാ നമുക്ക് ഇപ്പോഴും പേടി. அதனால தான் நமக்கு இன்னும் பயம் இருக்கு. ഷുഗർ വന്നാൽ നമ്മൾ എവിടോട്ട് പോകും? വന്നാൽ ഉടനെ என்ன செய்றோம்? എങ്ങോട്ട് പോകും? ഷുഗർ വന്നാൽ என்ன செய்வோம்? പ്രഷർ വന്നാൽ എങ്ങോട്ട് പോകും? പ്രഷർ വന്നാൽ என்ன செய்றோம்? എങ്ങോട്ട് പോയി പാക്ക് പോയിറോം. കൊളസ്ട്രോൾ വന്നാൽ എങ്ങോട്ട് പോകും? കൊളസ്ട്രോൾ വന്നാൽ என்ன செய்றோம்? ഇപ്പൊ രാവിലെ നടത്തില്ലയോ? രാവിലെ நம்ம വാക്കി പോയിട്ടേ இருக்கிறோம். ഇല്ലേ? ആമേൻ. എന്തുവാ? എதுக்காக? செத்து போயிரோன்னு பயம். മരണം 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 നമ്മളെ പേടിപ്പിക്കുക. മരണം നമ്മളെ ഭയപ്പെടുത്തിக்கிட்டே இருக்கு. മരണത്തെ എത്ര പേർക്ക് പേടിയുണ്ട്? എത്ര പേർക്ക് മരണത്തെ ഭയം ഇருக்கு? ഒരിക്കലില്ലയോ? ആർക്കും ഇല്ലയോ? ഈ അപ്പ അതല്ലേ എന്നാ നിങ്ങൾ ഒറ്റ ഒരെണ്ണം ആശുപത്രി പോകരുത്. മരണத்துக்கு ഭയം இல்லனா நீங்க மருத்துவமனை. അന്നാ രോഗത്തിന് വേണ്ടി ആരും വന്ന് പ്രാർത്ഥിക്കരുത്. ஆனா வியாதிக்காக என்கிட்ட வந்து யாரும் என்ன செய்றாதீங்க? சோமணிராதீங்க. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മളെല്ലാവരും എങ്ങോട്ട് പോകാതിരിക്കുന്നവരാ? நம்ம எல்லாரும் எங்க போறதுக்கு உட்கார்ந்திருக்கிறோம்?
പരലോകത്ത് പോകാതിരിക്കില്ല. பரலோகத்துக்கு போற உட்கார்ந்திருக்கிறோம். കഴിഞ്ഞ ഇടയ്ക്ക് കേരളാവിലൊരു അയ്യാക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയി. நான் கேரளால ஒரு ஐயாவுக்காக ஒரு நாள் ஜெபம் பண்ண போனேன். അയ്യ പ്രായമാ, ஐயா கொஞ்சம் வயதாயிடுச்சு. 90 വയസ്സ്. அவர் வயசு 90. മരിക്കാറായി ഇങ്ങനെ കിടക്കുക. இழுவையில கிடக்கு கழுதை. അന്നേരം പറഞ്ഞു റജി പാർഷ ഒന്ന് വിളിക്ക് പ്രാർത്ഥിക്കാൻ. அவர் சொன்னாரு ரெஜி பாஸ் தான் எங்களுக்காக என்ன செய்யணும், ஜெபம் பண்ணணும். ഞാൻ അവിടെ ചെന്നു. நான் அங்க போனேன். അപ്പച്ചാ എങ്ങോട്ടാ പ്രാർത്ഥിച്ചു വിടേണ്ടത്? அப்ப அவர்கிட்ட கேட்டேன், நான் ஜெபம் பண்ணி உம்மை எங்க ஐயா அனுப்பணும்னு கேட்டேன். എനിക്ക് സ്വർഗത്തിലേക്ക് പോകണമെന്ന്. எனக்கு பரலோகம் போகணும் ஐயா. പറയുന്നുണ്ടെങ്കിലും മരിക്കാൻ ആഗ്രഹമില്ല. இதை அவர் வாயினால சொன்னாலும் அவருக்கு சாக விருப்பம் இல்ல. 5 ഏക്കർ സ്ഥലം കിടപ്പുണ്ട്. 5 ഏക്കർ ഇടം വെച്ചിരിக்கிறாரு. അയ്യായും അമ്മായും ഒറ്റയ്ക്ക്. അമ്മ മരിച്ചുപോയി, அம்மா ஏற்கனவே செத்து போயிடுச்சு, മക്കളില്ല, பிள்ளைகள் இல்ல. 5 ഏക്കർ സ്ഥലം കിടക്കുക. 5 ഏക്കർ இடம் கிடக்கு. മരിക്കാറായെങ്കിൽ ഈ സ്ഥലം കൊടുക്കത്തില്ല. சாகுவதுக்கு பரிதாப நிலை கிடந்தால் இடம் எவருக்கும் கொடுக்க மாட்டான். എടാ 10 പേർക്ക് 10 സെന്റ് സ്ഥലം വെച്ചുകൊണ്ട് ஒரு 10 பேருக்கு 10 சென்ட் இடத்தை கூட ചാകാറായി കിടക്കുമ്പോൾ കൊടുക്കത്തില്ല. ஆக போறாலும் கொடுக்க மாட்டான். இப்படி என்ன வச்சுக்கிறான்? അയ്യോ എന്റെ കാറ്, അയ്യോ എന്റെ കാറ്, என்னுடைய கார், என்னுடைய இடம், അയ്യോ എന്റെ വീട്. என் வீடு. എങ്ങോട്ട് പോകാതിരിക്കുക? இவர் எங்க போறாரு? ഏക്കറിന് സ്ഥലം ഉണ്ടെങ്കിൽ 10 സെന്റ് സ്ഥലം സഭയ്ക്ക് കൊടുക്കണം. எங்க தசமபாக கணக்குப்படியாத்தில் 5 ஏக்கர் இருந்தால் எவ்வளவு கொடுக்கணும்? കൊടുക്കൂ? நமக்கு தெரியாதோ? எத்தனை சென்ட் கொடுக்கணும்? ஒரு 50 சென்டால என்ன செய்யணும்? கொடுக்கணும். எத்தனை சென்ட்? 50 சென்டால ஆண்டவருக்கு கொடுக்கணும். ആണ്ടവർക്ക് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ 50 സെന്റ് സ്ഥലം വിറ്റ് അതിന്റെ പൈസ സഭയ്ക്ക് കൊണ്ട് കൊടുക്കണം. 50 சென்ட் கொடுக்க முடியாட்டால் 50 சென்ட் இடத்தை வித்தியாலும் ஆலயத்துக்கு என்ன செய்யணும்? கொடுக்கணும். നീ സ്വർഗത്തിൽ പോകാൻ നിങ്ങളുടെ കടന്ന് തുള്ളിയാന്ന് നീ അങ്ങനെ പോകത്തില്ല. എങ്ക പോണ് നിൽക്കാറ്? എന്റെ തുള്ളല് പോണ് നിൽക്കാറ്. ആണ്ടവരെ ഞാൻ പോകുന്നേ. നീ പോകില്ല. അങ്ങനെ നീ പോകത്തില്ല, നീ ഇവിടെ കിടക്കും. അയ്യാ നീർ പോകാൻ മാട്ടീര് சொன்னே. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്പച്ച എങ്ങോട്ട് പോകാൻ കിടക്കുക? അവർ എങ്ക പോകാൻ ഇരിക്കാറ്? പരലോകം പോകാൻ. സ്തോത്രം. അന്നേരം ഈ ഏക്കർ കിടക്കുന്നുണ്ട്, പോകാൻ മനസ്സില്ല. இந்த இடத்தை விட்டு போறது அவருக்கு என்ன இல்ல, മനസ്സേ கிடையாது. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ஜெபம் பண்ணி முடிஞ்ச உடனே சொன்னாரு, പാസ്റ്റർ ഞാൻ വിശ്വാസത്തിൽ ജീവിക്കുക. ஐயா நான் விசுவாசத்தினால் பிழைக்கிறேன். യേശുവിന്റെ അടുത്ത് പോയാൽ മതി. எனக்கு எப்படியாவது இயேசு கிட்ட போனா போதும். 2 ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു ആംബുലൻസ് വിളിക്കടാന്ന്. 2 നാளைக்கு பிறகு ஆம்புலன்ஸ் கூப்பிடுறதுக்கு ரெடி ஆயிட்டான். എടാ പരലോകത്ത് പോകുന്നവൻ എന്തിനാണ് ആംബുലൻസ്? பரலோகத்துக்கு போற எதுக்கு ஆம்புலன்ஸ் கூப்பிடுறான்? നിനക്ക് നേരിട്ട് അങ്ങ് പോയാ പോരെ? கொஞ்சம் பொறுத்திருந்து போயிட வேண்டியதானே. സ്തോത്രം. സ്തോത്രം. പ്രൈസ് ദി. ആർക്കെങ്കിലും പരലോകത്ത് ഇപ്പൊ പോണോ? ആ പ്രാർത്ഥിക്കാൻ വിടും ഞാൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ കളിപ്പീരാ. இதெல்லாம் ஏமாத்து வேலை. மனுஷனை ஆண்டவரையும் മനസ്സിലായോ? ஏமாற்றுகிற வேலை. സ്തോത്രം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നിന്റെ വീട്ടിൽ നീ പാർക്കുമ്പോൾ നിന്റെ അപ്പുറത്തെ വീട്ടിൽ പട്ടിണിയാണോ സന്തോഷമാണോ നീ അന്വേഷിക്കണം. உன்னுடைய வீட்டிலே நீ சுகமாய் குடியிருக்கும் பொழுது உன் பக்கத்து வீட்டுக்காரன் சாப்பிட்டானா சாப்பிடலையா, அவன் என்ன நிலையில வாழுகிறான் என்கிறதை நீ அறிந்து கொள்ள வேண்டும். പ്രൈസ് ദി ലോർഡ്. ஆமென். എൻ്റെ വീടിൻ്റെ അപ്പുറത്ത് മൊത്തം ഹിന്ദുക്കളാ. என்னுடைய வீடை சுத்தி இருக்கலாம் இந்துக்கள் தான். ഞാൻ മീൻ മേടിച്ചാൽ അവർക്ക് 1 കിലോ മീൻ കൊണ്ട് ഞാൻ കൊടുക്കും. நான் மீன் வாங்க போனேன்னா எக்ஸ்ட்ரா 1 கிலோ வாங்குவேன். பக்கத்துல யாருக்காவது என்ன செய்வேன், அதை வாங்கி கொடுப்பேன். പൈസ ഇല്ല ചേട്ടാ. பைசா இருக்கிறதுனால நான் வாங்கல. அவங்களை நாம் அப்படிதான் ஆண்டவருக்குள் ஆதாயப்படுத்த முடியும். ഒരു തെങ്ങുണ്ട്, ஒரு தென்னை மரம் உண்டு. ആ തേങ്ങ ഇട്ടാൽ அந்த தேங்காய் நான் பிடுங்கினேனே ஆனால் അപ്പുറത്തെ വീട്ടിൽ ചോദിക്കും തേങ്ങ ഉണ്ടോ എന്ന് ചോദിക്കും. பக்கத்து வீட்டுல அது பிடுங்கும்போது கேட்பேன், அம்மா தேங்காய் இருக்கான்னு கேட்பேன். പാസ ഉണ്ട്, பாசை இருக்கு, ഇല്ലെങ്കിൽ എടുത്തോണ്ട് പോകും. இல்லைங்க அதை எடுத்துட்டு போன்னு சொல்லுவேன். നീ ഇതൊന്നും കൊടുക്കാതെ ഈ തേങ്ങ നീ മോട്ടിച്ച് இதெல்லாம் கொடுக்காம எல்லாம் சேர்த்து வச்சுட்டு எங்க போற ரெடியா இருக்க? നീ അപ്പുറത്ത് അവൻ കാണും, അതുകൊണ്ട് ചാക്കിനകത്ത് കയറ്റി ഇങ്ങനെ കയറ്റി இதெல்லாம் பதுக்கி வச்சுக்கிட்டு எங்க போற ரெடியா இருக்கிற? നീ பரலோகம் போக. അടുത്ത ദിവസം നീ സുവിശേഷം പറ. സ്തോത്രം. നിന്നെ കല്ലുവർക്ക് അറിയാവേ சுவிசேஷம் பிரசங்கம் பண்ண போறது. என்ன சுவிசேஷம் பிரசங்கம் பண்ணீங்க? നീ അടുത്ത ദിവസം സുവിശേഷം പറയാൻ പോകുന്നു. കരികല്ലെടുത്ത് നീ കല്ലെടുത്ത് എറിഞ്ഞിരുവാൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ.
സുവിശേഷം മനസ്സിലാകുന്നുണ്ടോ? நான் சொன்னது உங்களுக்கு எத்தனை பேர் புரியுது? புரியுது. ഇത് പുരിയും, ഇത് പുരിയും. ശരിക്കും പുരിയെന്ന് എനിക്കറിയാം. സ്തോത്രം. ഇത് പുരിയണം. വചനം പുരിയത്തില്ല, പക്ഷെ ഇത് പുരിയും. വചനം പുരിയാട്ടാലും ഇതയാലും പുരിഞ്ഞു. കാരണം എന്നും പയറ്റില്ല ഇങ്ങനെയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ദൈവം നമ്മളെ വിളിച്ച വിളിയും தேவன் நம்மை அழைத்த அழைப்பும் തെരഞ്ഞെടുപ്പും വലുതാ. தெரிந்து கொள்ளுதலும் ரொம்ப பிரதானமானது. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അതിന് ഇവിടെ യേശു പറയാ ലാസറിനോട് പറഞ്ഞു, കേറി വാ. യേശു சொல்லுகிறார், ലാസറുവേ வெளியே வா. പക്ഷേ ഈ ലാസർ എഴുന്നേറ്റില്ല. ലാസർ എഴുമ്പല്ല. ജീവൻ വന്നു, അവനുക്ക് ഉയിർ വന്നിരുച്ചു. കാരണം പ്രാണൻ പോയപ്പോഴാണ് മരണപ്പെട്ടത്. ഉയിർ പോന പൊழுது അവൻ മരണം അടഞ്ഞിട്ടാ. ആ പ്രാണനെ വിളിച്ചത് യേശുവാ. அந்த பிராணனை அழைத்தது இயேசு. ആ പ്രാണനെ തിരിച്ചു കൊടുക്കുന്നത് യേശുവാ. அந்த ജീവനെ திரும்ப കൊടുക്കുന്നതും യേശു. ആമേൻ. പക്ഷെ പ്രാണൻ വന്നു, ജീവൻ വന്നിരുച്ചു. പക്ഷെ അവൻ എഴുന്നേക്കാൻ പറ്റത്തില്ല. ആனா അവൻ എഴുമ്പ முடியல. കാരണം മനുഷ്യൻ കെട്ടി വെച്ചിട്ടുണ്ട്. മനുഷ്യൻ ചില കാര്യങ്ങളാൽ അവനെ കട്ടി வைத்திருக்கிறான். അങ്ങനെ മനുഷ്യൻ കെട്ടിയ കെട്ടുകൾ നമ്മൾ അഴിച്ചാൽ നാം കെട്ടിന കെട്ടുകൾ നാം അത് അവുക്കണം. അവിടാണ് ദൈവം നമ്മുടെ മേൽ ആത്മാവ് പ്രവർത്തിക്കും. അங்கே നാം കെട്ടിന കെട്ടുകളെ നാം അവിൽക്കും പൊழுது ദേവൻ നമ്മുടെ ക്രിയകളെ വെളിപ്പെടുത്തും. ഓ രജതാൽ ജയപ്പെടുകയാണ്. ജയപ്പെടുகிறார். പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. സ്തോത്രം. ആമേൻ. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. അതിന് ദൈവം നമ്മുടെ കെട്ടുകൾ അഴിച്ചോട്ട് നമ്മൾ പിന്നെ ചെറിയ കെട്ടുകൾ കെട്ടി വെച്ചിട്ടുണ്ട്, അത് നമ്മൾ തന്നെ കഴിച്ചോണം. ചില സമയങ്ങളിൽ ആണ്ടവർ നമ്മുടെ കട്ടുകളെ അവുത്ത് മാറ്റിடுறாரு. അവർ കട്ടവത്തപ്പുറം നമ്മളാ ചില കട്ടുകളെ என்ன செய்றோம், കെട്ടി വെച്ചിக்கிறோம். നമ്മൾ പറയും അത് ദൈവം അഴിക്കണം എന്ന് പറഞ്ഞാൽ അഴിക്കത്തില്ല, നമ്മൾ തന്നെ അത് അഴിക്കണം. അത് ആണ്ടവരെല്ലാം വന്ന് അവുക്ക മാட்டார். കെട്ടുന്നത് നീതാ അവുക്കണം. സ്തോത്രം. സ്തോത്രം. പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ സ്തോത്ര കാഴ്ച 10 രൂപ ഇടും, 100 രൂപ ഇരിപ്പട്ട് 10 രൂപ ഇടും. ആലയத்துக்கு வரும்போது கையில பணம் பேഴ്സിல நிறைய பணம் இருக்கும், 50 100 எல்லாம் இருக்கும். എന്റെ ചർച്ചിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു അയ്യ വന്നു. எடுத்து போடுற பணம் 10 ரூபாய் தான் போடுவோம். 50 100 எல்லாம் எதுக்குள்ள தான் இருக்கும், அதுக்குள்ள தான் இருக்கும். ഒരു അയ്യ എന്റെ ചർച്ചിൽ போன வாரம் என்னோட சர்ச்சுக்கு ஒருவர் வந்தார். പാസ്റ്റർ എനിക്ക് പ്രാർത്ഥിക്കണം. பாஸ்டர் எனக்காக ஜெபம் பண்ணணும். ഞാൻ ചോദിച്ചു എന്തോ വിഷയം? என்னையா பிரச்சனை? അടി പാസ്റ്റർ മൊത്തം വീണ് കിടക്കുക. ஐயா எனக்கு ரொம்ப பிரச்சனை, ரொம்ப சோர்வா இருக்கு. അയ്യ വേറെ ഒരു ചർച്ചിൽ പോകുന്നതാ, வேற ചർച്ചിൽ പോകുന്നത്. ஐயா இன்னொரு சபைக்கு போறவர். അതെ അയ്യക്ക് അയ്യ പശുവിനെ വിറ്റു. ஐயா ஒரு மாடு, பசு மாடை வித்தாரு. 70,000 രൂപ കിട്ടി. 70,000 அந்த மாடை வித்திருக்கிறாரு. അതെ 70,000 എത്ര ദശാംശം കൊടുക്കണം? 70,000 வித்தா எவ்வளவு தசமா உங்க கணக்குப்படியே சொல்லுங்களா? 7,000 ரூபாய் கொடுக்கணும். കറക്റ്റ് എല്ലാവർക്കും അറിയാം. ഇവിടുന്ന് സൗണ്ട് ഒന്നും വരുന്നില്ല. இங்க இருந்து ஒண்ணு வர மாட்டேங்க. ഇവിടെ അമ്മായ മൊത്തം കൊടുക്കും ദശാംശം. സ്തോത്രം. ഹല്ലേലൂയ. അതെ 70,000 രൂപ 70,000 രൂപ അയ്യാക്ക് കിട്ടി. അയ്യാക്ക് கிடைச்சிருச்சு. അതെ 7,000 രൂപ അയ്യാക്ക് പള്ളി കൊടുക്കണമെന്ന് ആശ വന്നു. അയ്യാക്ക് 7,000 രൂപ ആലയத்துக்கு കൊടുക്കണം ആശ വന്നിരുச்சு. അതിനെ കൊടുക്കണം ആശ വന്നു. വൈകുന്നേരം ഇപ്പൊ അയ്യാ തന്നെ പറഞ്ഞു കൊടുക്കണ്ട. കൊടുക്കണം நினைச்சிட்டு இருந்த ஒரு சாயந்தரம் வந்த உடனே கொஞ்சம் பொறுத்து கொடுப்போமே. അതെ അയ്യാടെ മനസ്സിലൊരു ചിന്ത, ஐயா மனசுல ஒரு யோசனை ஓடிட்டே இருக்கு. 70,000 കൂടെ 30,000 കൂടി കിട്ടിയാൽ 2 പശുവിനെ മേടിക്കാം. அவர் யோசனை பண்ண 70,000 ஒரு மாடை வித்துட்டோம், இன்னும் ஒரு 30,000 ரூபாய் எக்ஸ்ட்ரா போட்டோம்னா 2 மாடு வாங்கிடலாமே. സ്തോത്രം. ஸ்தோத்திரம். പ്രൈസ് ലോ. ஹல்லேலூயா. അങ്ങനെ രാത്രി കിടന്ന് ആലോചിക്കുക. ராத்திரி முழுவதும் தூக்கம் வரல, 70,000 எப்படி எக்ஸ்டெண்ட் பண்ணுவதுன்னு யோசனை பண்ணிட்டே இருக்கிறேன். പ്രൈസ് ലോ. ஆமென். അങ്ങനെ ആലോചിച്ചോണ്ടിരുന്നപ്പോഴേ அப்படியே நினைச்சிட்டு இருக்கும்போது അയ്യാടെ തലയിൽ ഓട് വന്ന് വീണു. மேலே இருந்து ஒரு ஓடு அவர் மண்டையில வந்து விழுந்துருச்சு. ഇത് സ്തോത്രം ചെയ്താട്ടെ. ஒரு சோத்திரம் சொல்லுங்களா? ദശാംശം കൊടുക്കാത്തവരുടെ മണ്ടയിൽ ഓട് വീഴും. தசமாவும் கொடுக்கல. പ്രൈസ് ലോ. സ്തോത്രം. ഓട് വന്ന് വീണു. ஓடு மண்டையில வந்து விழுந்துருச்சு. വീണത് ഇവിടെ மல்லாக்க கிடந்தனால ஓடு முகத்தில் வந்து விழுந்துருச்சு. സ്തോത്രം. ஸ்தோத்திரம். മൊത്ത ചോര, ரத்தம் அப்படியே ஒழுக ஆரம்பிச்சிருச்சு. എന്നിട്ട് അയ്യാടെ ഭാര്യ 6 ഓപ്പറേഷൻ കഴിഞ്ഞതാ. ஐயாவுக்கு மனைவிக்கு 6 ஆபரேஷன் பண்ணிருக்கு.
ഇതുവഴി ഓസൊക്കെ ഇട്ടാണ് ആഹാരം കഴിക്കുന്നത്. சாப்பாடு டியூப் போட்டு தான் உள்ள சாப்பாடு போகும். സൗണ്ട് ഒന്നും വരത്തില്ല. சத்தம் வராது. എന്നിട്ട് ഇത് കണ്ടപ്പോ അമ്മായിക്കും അസ്വസ്ഥതയായി. இந்த ആളുக்கு மண்டை மூஞ்சில ரத்தம் வந்தவனே இந்த அம்மாக்கு ரொம்ப பரவசம் ஆயிடுச்சு. ഇവർക്കും വയ്യാതായി. இவருக்கும் ரொம்ப பிரச்சனை ஆயிடுச்சு. പെട്ടെന്ന് ആംബുലൻസ് വിളിച്ചു. ஆம்புலன்ஸ் உடனே கூப்பிட்டாங்க. നേരെ ഹോസ്പിറ്റലിൽ പോയി. நேர ஆஸ்பத்திரி கொண்டு போயாச்சு. ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഒരുപാട് ദൂരം. கவர்மெண்ட் ஆஸ்பத்திரி ரொம்ப தூரம். പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഗോകുലം മെഡിക്കൽ കോളേജ് പാർസക്ക് അറിയാം, തിരുവനന്തപുരം. திருவனந்தபுரத்துல மெடிக்கல் காலேஜ் இருக்கு. ആ മെഡിക്കൽ കോളേജിലോട്ട് കയറ്റി. மெடிக்கல் காலேஜுக்கு ஆம்புலன்ஸ் போயிடுச்சு. അവര് നോക്കിയിരിക്കായിരുന്നു ആളില്ലാതിരിക്കുക. மெடிக்கல் காலேஜுக்கார என்னடா இது வரைக்கும் ஒரு ஆம்புலன்ஸே வரமாட்டேங்கன்னு எதிர்பார்த்துட்டு இருந்தா. കയ്യോടെ പിടിച്ചു உள்ள தூக்கிட்டு போயிட்டான். പ്രൈസലോ. അതിന് പോകുന്ന പോക്കിൽ போற வழியில അയാളുടെ കയ്യിൽ പേഴ്സിനകത്ത് 70,000 രൂപയുണ്ട്. ஐயா மணி பேഴ്സിൽ எது இருக்கு? 70,000 രൂപ இருக்கு. പ്രൈസലോ. ஸ்தோத்திரம். പ്രൈസലോ. അവിടെ ചെന്ന് ചികിത്സയെല്ലാം കഴിഞ്ഞ് அங்க மருத்துவம் எல்லாம் முடிஞ்சு 1,40,000 രൂപയായി. பில்லு வந்தபோது 1,40,000 ரூபா வந்துச்சு. അതിന് ബാക്കി എത്ര പോയി? இப்ப அவருக்கு எவ்வளவு நஷ்டம்? எக்ஸ்ட்ரா ஒரு 70,000. അന്നേരം എന്നോട് പറഞ്ഞു പാസ്റ്റർ, ஏங்கிட்ட அவர் சொன்னாரு, അന്ന് 70,000 7,000 കൊടുത്തയായിരുന്നെങ്കിൽ. அன்னைக்கு அவர் சொல்றாரு, ஐயா அன்னைக்கு நான் எதுவும் பார்க்காம 7,000 கொடுத்திருந்தேன்னா ഈ ഓടും വീഴത്തില്ലായിരുന്നു, ஓடி விழுந்திருக்காது. ഈ ഹോസ്പിറ്റലിലും പോത്ത് இந்த വരുന്നത്. ஆஸ்பத்திரிக்கும் போயிருக்க மாட்டேன். ഒന്ന് സ്വോത്രം அல்லேலூயா சொல்லுங்களா? அல்லேலூயா. പ്രൈസ് അല്ലോ. ஆமென். സ്വോത്രം. ஸ்தோத்திரம். இந்த பேஸ் எடுக்குമ്പോ നീ തെരഞ്ഞു 10 രൂപ എടുക്കരുത്. நீ மணி பேச எடுக்கும்போது அதுல எது அதிகம் இருக்கோ அதுல இருந்து 10 ரூபாய் எடுத்து போட்டுறாத. 100 10 ഇരുന്നാലും അതിന്റെ ഇടയ്ക്ക് ഒരു 10 ഇരുന്നാലും നീ അത് എടുക്കരുത്. 100 10 ரூபாய் இருந்தாலும் அதுக்கு இடையில இருந்து 10 ரூபாய் உருவாத. അതെടുക്കാതെ அது எடுக்காத. അത് നല്ല രീതി ദൈവത്തിന് കൊടുത്താൽ கையில் இருக்கிறது விலை உயர்ந்தது ஏதோ, നിന്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കും. தரம் உள்ளது ஏதோ அதை ஆண்டவருக்கு கொடு, உன் குடும்பத்தை கர்த்தர் ஆசீர்வதிப்பார். ഹല്ലേലൂയ. ஹல்லேலூயா. പ്രൈസ് ദി ലോർഡ്. ஆமென். സ്തോത്രം. ஸ்தோத்திரம். അബ്രഹാം എങ്ങനെ ദൈവത്തിന് കൊടുത്തോ, ஆபிரகாம் எப்படி தேவனுக்கு கொடுத்தானோ അവിടെ 3 പേര് വന്ന് ദൈവത്തിനും 2 ദൂതന്മാരും. அவன் ஆண்டவருக்கு கொடுக்கிறவனாய் இருந்ததனால அவனை தேடி 3 தூதர்கள் வந்தார்கள். അവൻ മാവും പശുക്കിടാവിനെയും ഇറച്ചി വെച്ചു. அவன் மாவை பிசைந்து கிடாவை வெட்டி அவனுக்கு ஆகாரம் கொடுத்தான். പക്ഷേ അബ്രഹാമിന്റെ തലമുറയെ, ஆனால் ஆபிரகாமுடைய சந்ததிகளே, ഇസ്രായേൽ മരുഭൂമിയിൽ ദൈവം മന്നായി കാടപ്പക്ഷം കൊടുത്ത് പോഷിപ്പിച്ചു. அவங்களுடைய சந்ததிகளாய் வனாந்தரத்தில் வந்த அவர்களுக்கு மன்னாவே ஆண்டவர் காடைகளை கொடுத்து ஆண்டவர் அவர்களை போஷித்தார். ഹല്ലേലൂയ. ஆமென். നമ്മൾ എന്ത് വിതയ്ക്കുന്നോ நாம் എதை விதைக்கிறோமோ അത് നമ്മൾ കൊയ്യും. அதை கண்டிப்பாய் அறுவடை செய்வோம். നമ്മുടെ തലമുറകളെ കൊയ്യും. நம்முடைய தலைமுறைகளை கர்த்தர் ஆசீர்வதிப்பார். പ്രൈസ് ദി ലോർഡ്. ஆமென். ഒരു വാക്യം കൂടെ വായിച്ചാട്ടെ. ஒரு வசனத்தை கூட வாசி. ഒരു വാക്യം കൂടെ വായിച്ചാട്ടെ. வாசிங்க. മത്തായി സുവിശേഷം, மத்தேயு எழுதின சுவிசேஷம் ഞാൻ വരുമോ വർഷം, ഞാൻ ഒന്ന് എടുത്തിട്ട് വരാം. 17-ാം അധ്യായം 17ஆம் அதிகாரம் അതിന്റെ 22 വായിച്ചു. 22 വാസിங்க. 21 വായിച്ചാട്ടെ. 21. ആ ആ ആ ആ അതാ 17 21. அதானே 17 21 தானே. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ, உங்களுக்கு கடுகுமணி விசுவாசம் இருந்தா அதேதான் அதற்கு இயேசு ആമേൻ. മതി. ஆமென். போதும். അന്നേരം കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ, கடுகு விதை அளவுக்கு உனக்கு விசுவாசம் இருந்தால், നിങ്ങൾ ഈ മലയോട് അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ நீங்க இந்த மலையை பார்த்து பெயர்ந்து போ என்று சொன்னால் അത് അങ്ങനെ പോകുന്ന. அது அப்படியே போகும். യേശു ഇത് പറയുമ്പോൾ യേശു അല്ല പറയുന്നത് ഞാൻ പറഞ്ഞാൽ ഈ മല മാറുമെന്നല്ല, നമ്മൾ പറഞ്ഞാൽ ഈ മല മാറുമെന്ന. இயேசு இந்த வார்த்தை சொல்லும் பொழுது நான் சொல்லும் போது இந்த மலை மாறி போகும் என்று அவர் சொல்லல,
நீங்கள் விசுவாசத்தோட சொன்னால் இந்த மலை மாறி പോകും. ഹല്ലേലൂയ. അന്നേരം മല എന്നാണ്? മല വലിയ പ്രശ്നങ്ങളാണ്. மலை என்றால் என்ன? நம்முடைய வாழ்க்கையில வருகிற பெரிய பிரச்சனைகள். ആ പ്രശ്നങ്ങൾ, அந்த பிரச்சனைகள் ദൈവം നിന്റെ മേൽ അധികാരം തന്നിട്ടുണ്ട്. ഈ നാവെടുത്ത് പറഞ്ഞാൽ അത് നീങ്ങി മാറും. தேவ பிள்ளையே, உனக்கு தேவன் அதிகாரத்தை கொடுத்திருக்கிறார். இந்த அதிகாரத்தின் பேரிலே தேவனுடைய நாமத்தில் நீ இதை சொல்லும் பொழுது அந்த மலை போன்ற பிரச்சனைகள் அது மாறி போகும். ഹല്ലേലൂയ. ஆமென். പ്രൈസ് ദി ലോർഡ്. ஆமென். സ്തോത്രം. ஆமென். അന്നേരം നമുക്ക് രോഗം ഉണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി, അതങ്ങ് പൊക്കോളും. நமக்கு வியாதி இருந்தால் விசுவாசத்தோட நான் ஜெபிக்கும்போது கர்த்தர் விடுதலை கொடுப்பார். സ്തോത്രം. ஆமென். ദൈവം നമ്മുടെ മേൽ സൗഖ്യം തന്നിട്ടുണ്ട്. நாம ஜெபிக்கும்போது நமக்கு விடுதலை கர்த்தர் தருவார். எத்தனை பேர் விசுவாசிக்கிறீங்க? ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. நான் ஒரு விஷயத்தை கூட சொல்லி ஜெபிக்க விரும்புகிறேன். ഈ 38 സംവത്സരമായ ഒരു മനുഷ്യൻ, 38 வருஷமாய் பெதஸ்தா குளத்திலே படுத்திருந்தவன், ആ മനുഷ്യൻ നേരത്തെ സൗഖ്യം വന്ന് കിടക്കുക. அவன் ஏற்கனவே சுகமாய் கிடக்கிறான். പക്ഷേ അവൻ പോയി ചാടുന്ന സമയത്ത് വേറൊരാൾ വന്ന് ചാടുക. ஏன்னா இங்க என்ன பிரச்சனைனா, அவன் குளத்தில் இறங்குவதற்கு முன்பே இன்னொருவன் என்ன செய்கிறான்? இறங்கி விடுகிறான். പക്ഷേ അവന് സൗഖ്യം വന്നിരിക്കുക. அவனுக்கு ஏற்கனவே விடுதலை வந்திருக்கு. പക്ഷേ അവന്റെ വിശ്വാസത്തിന്റെ കണ്ണ് തുറന്നിട്ടില്ല. ஆனால் இங்க என்ன சம்பவம்னா, அவருடைய விசுவாசத்தினுடைய கண்கள் இன்னும் திறக்கப்படல. അന്നേരം യേശു അവന്റെ അടുത്ത് വന്നപ്പോഴേ യേശു അവനോട് ചോദിക്കുന്നു, നിനക്ക് മനസ്സുണ്ടോ സൗഖ്യമാകാൻ? ஆண்டவர் அவனிடத்தில் வந்து கேட்கிறார், ஏப்பா நீ சுகமாக விரும்புறியா? അന്നേരം അവൻ എന്താ പറഞ്ഞത്? அவன் என்ன அதுக்கு பதில் சொன்னா சொல்லுங்க பாப்போம். എനിക്ക് സുഖമാകാൻ മനസ്സുണ്ടോ എന്ന് അവൻ പറഞ്ഞിട്ടില്ല. அவன் எனக்கு சுகமாக மனசு இருக்குன்னு சொல்லவே இல்ல. അവൻ പറയുന്നു, എന്നെ സഹായിപ്പാൻ ആരുമില്ല. அவன் சொல்றான், எனக்கு உதவி செய்ய யாரும் இல்ல. അന്നേരം യേശു അവന്റെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ അവൻ യേശു ആരെന്ന് അവൻ അറിയത്തില്ല. இயேசு அவனுக்கு முன்னால வந்து நின்னாலும் அவனுக்கு இயேசு யாருன்னு தெரியல. കാരണം അവന് സൗഖ്യമല്ല വിഷയം, அவனுக்கு சுகம் அல்ல விஷயம். ആ സുഖം കിട്ടാൻ വേണ്ടി സഹായിക്കാൻ ഒരാളിനെ അവൻ ആവശ്യം. அவன் இன்னொருவரை நாடுகிறான். எனக்கு ஹெல்ப் பண்ண இன்னொருவர் வேண்டும், இதைத்தான் அவன் நாடி இருக்கிறான். പക്ഷേ യേശു സൗഖ്യമാക്കി അവനെ വരുവാനാണ് അവിടെ വന്നിരിക്കുന്നത്. இயேசு ஏற்கனவே அவனுக்கு சுகம் கொடுத்து விட்டார். அவன் விசுவாச கண்களினால் உணராமல் இருக்கிறான். இயேசு வந்த பொழுது இயேசு யாருன்னு அவனுக்கு தெரியாது. அவனுடைய மைண்ட்ல அவன் செட்டப் பண்ணி வச்சிருக்கிறது, யாராவது ஒருவர் எனக்கு உதவி செய்ய மாட்டார்களா? ആമേൻ. ஆமென். അന്നേരം അവന് യേശു പറഞ്ഞ നിനക്ക് മനസ്സുണ്ടോ? இயேசு கேட்டா உனக்கு எப்பா சோமாரியா விரும்புறியான்னு கேட்கிறாரு. അന്നേരം അവൻ പറഞ്ഞു, എന്നെ ഇറക്കാൻ ആരുമില്ല. எனக்கு உதவி செய்ய குளத்துல கொண்டு போய் விட யாரும் இல்லை. അന്നേരം യേശു പറഞ്ഞ എന്താണെന്നറിയോ? இயேசு அதுக்கு என்ன பதில் சொன்னாரு? നീ കിടക്ക എടുത്തോണ്ട് അങ്ങ് പോകാനാ പറഞ്ഞു. உன் படுக்கை எடுத்துட்டு போ. നിനക്ക് സൗഖ്യം വന്നെന്ന് യേശു പറഞ്ഞില്ല. நீ சுகம் ஆயிட்ட என்று இயேசு சொல்லவே இல்ல. പക്ഷെ ബാക്കിയുള്ള യേശു പറഞ്ഞത്, നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു, നീ പോ. சில இடங்கள் அற்புதங்கள் செஞ்ச போது உனக்கு சுகமாயிட்டு உன் விசுவாசம் உன்னை ரட்சித்திட்டு என்றெல்லாம் ஆண்டவர் சொன்னார். അന്നേരം യേശു ഇവരോട് പറഞ്ഞില്ല, നീ സൗഖ്യമാകട്ടെ എന്ന് പറഞ്ഞില്ല. இயேசு இவனை பார்த்து நீ சுகமாய் இருப்பாயன்னு சொல்லவே இல்லை. നീ കിടക്കി എടുത്തോണ്ട് പോകാനാ പറഞ്ഞത്. இயேசு சொன்ன ஒரே ஒரு வார்த்தை, உன் படுக்கை எடுத்துட்டு நட. കാരണം ഇവൻ സൗഖ്യം നേരത്തെ വന്നിരിക്കുക. ஏற்கனவே இவன் சுகமாக்கப்பட்டான். പക്ഷേ അവന്റെ വിശ്വാസത്തിന്റെ കണ്ണ് തുറന്നില്ല. அவனுடைய விசுவாச கண்கள் திறக்கப்படாததனால தான் இன்னும் பரிபூர்ணமான விடுதலை பெறாம இருக்கிறான். പക്ഷേ വിശ്വാസത്തിന്റെ കണ്ണ് തുറന്നപ്പോൾ, ஆனால் விசுவாசத்தினுடைய கண்கள் திறக்கப்பட்ட பொழுது അവൻ സൗഖ്യത്തോടെ എഴുന്നേറ്റ് നടക്കുവാനാണ് വന്നു. படுக்கை எடுத்துக்கிட்டு நடக்க ஆரம்பித்தான். ഹല്ലേലൂയ. ஆமென். പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ இன்று ராத்திரி வேளையில സുഖം നിങ്ങളുടെ മേൽ തന്നിരിക്കുക. ஏற்கனவே உங்கள் மேல் ஆண்டவர் விடுதலை அனுப்பி இருக்கிறார். അത് ഇന്ന് രാത്രി വിശ്വാസത്തോടെ കണ്ട് இன்றைக்கு அதை விசுவாசத்தோட சுதந்திரமாக்கிக் கொள்ளுங்கள். യേശു എനിക്ക് സുഖം തന്നെന്ന് വിശ്വാസത്തോടെ കാണുമ്പോൾ, இயேசு எனக்கு சுகம் தந்து விட்டார் என்ற நம்பிக்கையோடு இருக்கும்போது, ഇന്ന് രാത്രി നീ സൗഖ്യത്തോടെ പോകാൻ പോകുകയാ. இன்றைக்கு இங்கிருந்து போகும்போது சும்மா போக மாட்டாய், ஒரு சுகத்தோட போவாய்.
എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. எல்லாரும் எழுந்திருப்போமாக. ചില രോഗബന്ധനങ്ങളെ പരിശുദ്ധാത്മാവ് അഴിക്കാൻ പോകുക. ചിലരുடைய ബലഹീനങ്ങളെ ആണ്ടവർ കട്ടവിട്ട് മാറ്റുகிறார். ഹോരവ ഹദുരജലഘടക முடிஞ்சா ഉദരജലഘടക വൈശാരബലഘടക ഉദരജലഘടക സന്തരാദരേവരക്ഷ. ചില രോഗബന്ധനങ്ങളെ കർത്താവ് അഴിക്കാൻ പോകും. കട്ടുകളെ കർത്താവ് അഴിച്ച് ഇതുവരെയായിട്ടും പോകാത്ത രോഗങ്ങൾ